സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രാത്രി ശക്തമായ മഴ പെയ്തു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. പത്തനംതിട്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. അപ്പോൾ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ മഴ വിവരങ്ങളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരും. വി അരുൺ, ജി ശ്രീജിത്ത്, നവമി ദിനേശ്, ശശി നാരായണൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. ഒപ്പം സംസ്ഥാനത്തെ മൊത്തമുള്ള മഴയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കാം. വി അരുണിലേക്കാണ് ആദ്യം ഞാൻ പോകുന്നത്. വി അരുൺ, വെരി ഗുഡ് മോർണിംഗ്. തലസ്ഥാനത്ത് നല്ല മഴയാണ്. ഇന്നലെ രാത്രിയും അതിശക്തമായ മഴ പെയ്തു. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വെള്ളക്കെട്ടിലാണ്, ദുരിത ജീവിതത്തിലാണ് തലസ്ഥാനവാസികളുള്ളത്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? അറിയാം, അല്പം ആശ്വാസത്തിലുള്ള വകയാണ് രാവിലെ തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. മഴ അലർട്ടൊക്കെ ഉണ്ടെങ്കിലും കാര്യമായ മഴ ഈ രാവിലെ പെയ്യുന്നില്ല. രാത്രിയും വെളുപ്പിന് 4 മണി 5 മണി സമയത്തുമൊക്കെ മഴയുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ്. വലിയ ആശ്വാസമാണ് തലസ്ഥാനവാസികൾ. കാരണം ഈ മഴ, വേനൽ മഴ തുടങ്ങിയ സമയം മുതൽ ഇടവപ്പാതി എത്താനിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ ആദ്യത്തെ മഴയിൽ തന്നെ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. വെള്ളത്തിൽ മുങ്ങുക മാത്രമല്ല, നമുക്കറിയാം ഇപ്പോൾ സ്മാർട്ട് റോഡുകളുടെ ഭാഗമായുള്ള കുഴികൾ ആണ് നഗരത്തിൽ എവിടെയും. ആ കുഴികളെല്ലാം വെള്ളം നിറഞ്ഞ് ഇന്നലെയും ചാലയടക്കമുള്ള പ്രദേശങ്ങളിൽ വീടുകളിലേക്ക് വെള്ളം കയറി വലിയ ദുരിതമാണ്. എല്ലായിടത്തും വലിയ ദുരിതമാണ് ജനം അനുഭവിച്ചത്. നഗരസഭയ്ക്കെതിരെ വലിയ ജനരോഷമുണ്ട്, സർക്കാരിന് വലിയ ജനരോഷമുണ്ട്. മഴ പെയ്യുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയില്ലെന്ന പരാതിയാണ് പൊതുവിൽ ഉയർന്നത്. ഏതായാലും ഇന്നലെ വെള്ളം കയറിയ പ്രദേശങ്ങളിലൊക്കെ രാത്രിയോടെ തന്നെ വെള്ളം ഇറങ്ങി. ഇന്നും ഒരു സ്ഥലത്തും അത്തരത്തിൽ വെള്ളം കയറിയ പ്രശ്നങ്ങളില്ല. ചാലയിൽ നിന്നൊരു വീട്ടിലൊക്കെ മണിക്കൂറുകളോളം വെള്ളം കയറിയ അവസ്ഥയുണ്ടായിരുന്നു. നഗരസഭ കുറച്ചുകൂടി സജീവമായി ഇന്നലെ രംഗത്തിറങ്ങിയതും കാണാമായിരുന്നു. പരമാവധി വെള്ളം കെട്ടിനിൽക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഇന്നലത്തെ ഒരു പ്രവർത്തനത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഞാനുള്ളത് കണ്ണമ്മൂല ഭാഗത്താണ്. പലപ്പോഴും നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു തോടാണിത്. ഇത് ഇന്ന് ഏറെക്കുറെ വെള്ളം ഇറങ്ങിയ അവസ്ഥയിലാണ്. പക്ഷേ ഒരു അടുത്ത മഴ പെയ്താലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. എങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ മഴക്കാലം കടന്നു പോകാം എന്ന പ്രതീക്ഷയിലാണ് സർക്കാരും നഗരസഭയും ഒക്കെ ഉള്ളത്. എത്രത്തോളം സാധ്യമാണ്? പ്രത്യേകിച്ച് നഗരത്തിലെ കുഴികൾ, ഈ സ്മാർട്ട് റോഡുകൾക്കായി എടുത്ത കുഴികൾ പൂർണ്ണമായും മഴക്കുഴികളായി മാറുന്ന അവസ്ഥ, വലിയ അപകടം അതിലൂടെ പോലും ഉണ്ടാകുന്ന അവസ്ഥ. ഈ മാസം അവസാനത്തോടുകൂടി സ്മാർട്ട് റോഡുകളുടെ പണി പൂർത്തീകരിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അത് സാധിക്കുമോ എന്ന കാര്യത്തിലുമൊക്കെ വലിയ ആശങ്ക ഉയർന്നു വരും. നമുക്കറിയാം, സ്കൂൾ തുറക്കാൻ പോവുകയാണ് ദിവസങ്ങൾക്കപ്പുറം. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് സ്മാർട്ട് റോഡിന്റെ പണി പൂർത്തിയാക്കുക. റോഡുകൾ തന്നെയാണ് ഈ മഴയ്ക്കൊപ്പം നമ്മൾ ഈ തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു സംഗതി, നമ്മൾ കാണേണ്ട ഒരു സംഗതി. എങ്ങനെയെങ്കിലും റോഡുകളുടെ പണി മഴക്കാലത്തിന് ഈ പ്രഖ്യാപിത മഴ സീസണിന് മുമ്പ് പൂർത്തിയായില്ലെങ്കിൽ വലിയ ദുരന്തത്തിലേക്കുമാകും തലസ്ഥാനം പോകുക. ഏതായാലും ഇന്ന് അല്പം ആശ്വാസമുള്ള തെളിഞ്ഞ കാലാവസ്ഥയാണ് തലസ്ഥാനത്ത് ഈ സമയം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അരുണ്, ഈ തെളിഞ്ഞ കാലാവസ്ഥ ഉണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഈ തലസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ്, പ്രധാനമായും ഈ ചാല, തമ്പാനൂർ ഭാഗത്തൊക്കെ ഒരുപാട് ജനങ്ങൾ മറ്റുള്ള നാടുകളിൽ നിന്നും എത്തുമ്പോഴും അതേപോലെ നമ്മുടെ വാഹന ഗതാഗതത്തിനുമൊക്കെയുള്ള പ്രധാനപ്പെട്ട ഏരിയ കൂടിയാണ്. അവിടെയൊക്കെ ഈ വെള്ളക്കെട്ട് രൂക്ഷമായത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത്തരത്തിൽ വെള്ളക്കെട്ട് തുടരുന്ന അവസ്ഥയാണോ? ഈ മഴ ഒന്ന് മാറി നിൽക്കുന്നത് വെള്ളം ഇറങ്ങിപ്പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ടോ? ആര്യ, തലസ്ഥാനത്ത് മഴയെന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകളായ തലസ്ഥാനം മഴയിൽ മുങ്ങും. അങ്ങനെയുള്ള വളരെ ശാസ്ത്രീയമായ ഡ്രെയിനേജ് സംവിധാനം ഉണ്ടായിരുന്ന പ്രദേശമാണ് തലസ്ഥാന ജില്ല, നഗരമേഖല. എന്നാൽ അത് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി അങ്ങനെയല്ല സ്ഥിതി. ഈ ചെറിയ മഴയിൽ പോലും വെള്ളം കയറുന്നൊരവസ്ഥ. എന്നാൽ അത് ചില പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു. ആര് സൂചിപ്പിച്ച തമ്പാനൂരിൽ വലിയ വെള്ളപ്പൊക്കം, തമ്പാനൂർ ഭാഗത്ത് പലപ്പോഴും റോഡുകളിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടാകും. കണ്ണമ്മൂല, ജഗതി പോലുള്ള, ഉള്ളൂർ പോലുള്ള ചില പ്രദേശങ്ങളിൽ ഈ തോടിന്റെ കരയിൽ താമസിക്കുന്ന ആളുകൾക്ക് എല്ലാ മഴക്കാലവും അവർക്കൊരു സ്ഥിരം അനുഭവമായിരുന്നു. വീടുകളിലേക്ക് വെള്ളം കയറുക, ദിവസങ്ങളോളം അവർ ക്യാമ്പുകളിലേക്ക് മാറുക എന്നുള്ളതൊക്കെ. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. തലസ്ഥാനത്ത് ഈ ഏതാനും ചെറിയ പറയാൻ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന സ്ഥിരം വെള്ളം കയറുന്ന മേഖലകളല്ല ഉള്ളത്. എല്ലായിടത്തും ഇതിന് തന്നെ അടുത്ത് തന്നെ ഗൗരീശപട്ടം എന്നൊരു സ്ഥലം, അതുപോലെ ആനേറ, മണക്കാടൊക്കെ ചരിത്രത്തില്ലാത്ത തരത്തിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മണക്കാട്, തോട്ടം മേഖലകളിലൊക്കെ അങ്ങനെ എല്ലായിടത്തും നഗരത്തിൽ ഏതാണ്ട് എല്ലാ ഭാഗത്തും വെള്ളം ഇരച്ചെത്തുന്ന അവസ്ഥയാണുള്ളത്. ജനങ്ങൾ
വളരെ സുരക്ഷിതമെന്ന് കരുതി വീട് വാങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ പോലും ദിവസങ്ങളോളം അവർക്ക് ഉള്ളിലെ കഴക്കൂട്ട മേഖല വലിയൊരു വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലമാണ്. ചെറിയ മഴയിൽ പോലും വെള്ളം കയറുന്ന നിരവധി പ്രദേശങ്ങൾ നമ്മൾ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അങ്ങനെ നഗരത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തും ഇത്തരത്തിൽ ഒരുപക്ഷെ ഗ്രാമീണ മേഖല ഒഴിച്ചു നിർത്തിയാൽ നഗരമേഖലയുമായി ബന്ധപ്പെട്ട നഗരവുമായി ചേർന്ന എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഒരു മഴയ്ക്ക് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വെള്ളം വീടുകളിലേക്ക് ഇരച്ചെത്തുന്ന ജനങ്ങൾ അവിടെ നിന്ന് വിട്ടുപോകാൻ നിർബന്ധിതരാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അക്ഷരാർത്ഥത്തിൽ തലസ്ഥാനം ഒരു വെള്ളപ്പൊക്ക മേഖലയായി മാറുന്നു. അത് ഏതെങ്കിലും 100-2 പ്രദേശങ്ങളല്ല, നഗരത്തിൽ പൊതുവിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. റോഡുകളുടെ അവസ്ഥ കൂടിയാകുമ്പോൾ അത് ദുരിതം ഇരട്ടിപ്പിക്കുകയാണ് ആളുകളുടെ. റോഡുകൾ ഇപ്പോഴും കുഴി തന്നെയാണ് പ്രധാന അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്മാർട്ട് റോഡിനായി എടുത്തിട്ടുള്ള കുഴികൾ അതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാന വിഷയമായി നിൽക്കുന്നത്. ഈ വെള്ളക്കെട്ട് ആ റോഡുകളെല്ലാം മഴക്കുഴികളായി മാറുന്ന അവസ്ഥ, അതോടൊപ്പം നമ്മൾ ആശങ്കയോടുകൂടി യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കമുള്ള പ്രവൃത്തികൾ അത് ഈ മഴ എത്തുന്നതിന് ഒരു 2 ദിവസം മുമ്പാണ് ആരംഭിച്ചത് എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല. എന്നാൽ പോലും ഈ മഴ മുന്നൊരുക്കം അത് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിൽ ഉണ്ടായി എന്ന് നമ്മൾ വിലയിരുത്തണം. ഇപ്പോൾ മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന് പറയുമ്പോൾ പ്രധാനമായും തലസ്ഥാനത്തെ ഓടകളും തോടുകളും ഒക്കെ ക്ലീനിംഗ് ആണ് പ്രധാനമായും ചെയ്യേണ്ടത്. അത്തരം റോഡ് ക്ലിനിക്ക് എത്രയോ മാസങ്ങളായി നടക്കുന്നുണ്ടെന്ന് വസ്തുതയാണ്. മഴക്കാലത്ത് മുന്നിൽ കണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ നടക്കുന്നു. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. റോഡുകളുടെ അവസ്ഥ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അത് സ്മാർട്ട് റോഡുകൾ എന്നറിയണം. ഞാനിപ്പോൾ ഉള്ളത് ഈ ചെന്നിലോടെന്ന ഭാഗമാണ്. കണ്ണമൂലയിൽ തന്നെ കുമാരപുരത്ത് നിന്നൊക്കെ വരുന്ന ഒരു വഴി. അവിടെ ഈ റോഡ് തന്നെ എത്രയോ വർഷങ്ങളായി തന്നെ പറയണം ഈ രീതിയിൽ പൊളിച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ ഈ തോടിന് സമീപമായുള്ള കലിങ്ങിന്റെ നിർമ്മാണം, ഈ സൈഡ് വാൾ കിട്ടുന്നതിനൊക്കെ വേണ്ടി തോടിന്റെ ആമിഴഞ്ചാൻ തോടിന്റെ നവീകരണത്തിന് വേണ്ടി, അതിന്റെ വീതി കൂട്ടുന്നതിന് വേണ്ടിയൊക്കെ കുഴിച്ചിട്ട റോഡാണ്. പക്ഷേ ഇപ്പോഴും ആ റോഡിന്റെ അവസ്ഥ, ഈ തോട് നമുക്ക് കാണാം. എന്തുകൊണ്ട് വെള്ളം ഒഴുകിപ്പോകുമെന്ന് ചോദിച്ചാൽ എത്രയോ ലക്ഷം എന്ന് പറയാം, എത്രയോ കോടികൾ മുടക്കി എല്ലാ വർഷവും കൃത്യമായ ബജറ്റിലും അല്ലാതെയും ഒക്കെ വിഹിതം മാറ്റിവെച്ച് നവീകരണം നടത്തുന്ന തോടാണ്. ഇവിടെ നിന്ന് ഈ തോടിൽ നിന്ന് വെള്ളം ഒഴുകി വേളി വഴി വേളി പൊഴി മുറിച്ച് കടലിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ വെള്ളപ്പൊക്കം പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട വഴി. അങ്ങനെ വെള്ളം ഒഴുകി പോകുമ്പോഴാണ് ഇവിടെ നഗരം വെള്ളപ്പൊക്ക ഭീഷണി ഒഴിയുന്നത്. പക്ഷേ നമുക്കിപ്പോഴും കാണാം, ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെയൊക്കെ വലിയ JCB പോലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തോട് ക്ലീനിംഗ് നടക്കുന്ന സ്ഥലമായിരുന്നു. പക്ഷേ അങ്ങനെ എന്ത് ക്ലീൻ ചെയ്തിട്ടും ഫലമുണ്ടാകുന്നില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തു ഇപ്പോഴും ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. പല കോടികൾ ഈ വെള്ളത്തിലൊഴുകി വേലിക്കായലിലേക്ക് പോയതാണ്. ഇവിടെ മാത്രമല്ല, അത് പാർവതി പുത്തനാറിലും ആമഴന്തോടിന്റെ മറ്റു ഭാഗങ്ങളിലും പാറ്റൂരും അതുപോലെ തന്നെ പട്ടംതോടിന്റെ ഭാഗമൊക്കെ ഇതേ രീതി അവസ്ഥയാണ്. ഓരോ സീസണിനും അതിനു മുമ്പുമൊക്കെ ശുചീകരണം നടത്തും. പക്ഷേ അതൊന്നും പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തില്ല. ഇപ്പോഴും ഇവിടെ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്ത വിധം ഒരു ഭാഗത്ത് തിട്ട കെട്ടി കാടുപിടിച്ച് കിടക്കുകയാണ്. ഇതൊക്കെ എത്രയോ കോടി രൂപ ചെലവഴിച്ച് ഈ ഭാഗത്ത് മുഴുവൻ ക്ലീൻ ചെയ്തതാണ്. ഇതിന്റെ ആഴം കൂട്ടി ഇപ്പോൾ ഈ ഒരു വെള്ളം ഇങ്ങനെ നിൽക്കാതെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നതിനൊരു കാരണം സ്വാഭാവികമായി ഇതിന്റെ ആഴം വീതിയും ഒക്കെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം ഒരു ഭാഗത്ത് ഒഴിച്ചു, പക്ഷെ അപ്പോഴും ഇതിൽ 2 വശങ്ങളിലും ഇപ്പോഴും വെള്ളം ഒഴുകിപ്പോകാനാകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ട്. ഇതേ അവസ്ഥയാണ് ആമിഴഞ്ചാൻ തോടിന്റെ മറ്റു ഭാഗങ്ങളിലും പാർവതി പുത്തനാറിലുമൊക്കെ. ഇങ്ങനെ നിരവധി ലക്ഷങ്ങൾ കോടികൾ വെള്ളത്തിലൊഴുകുമ്പോഴും ശാശ്വതമായ പരിഹാരം അകന്നു നിൽക്കുന്നു. ഈ ജലം കടന്നു പോകേണ്ട വഴികൾ സുഗമമാക്കാതെ തലസ്ഥാനത്തെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകുമെന്ന് കരുതാനാകില്ല. ഓടകളുടെ പ്രശ്നം മറ്റൊന്നാണ്. ഓടകളിൽ ഇപ്പോഴും കൃത്യമായി അതിന്റെ ഓടകളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള വഴികൾ പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. അതോടുകൂടി മാത്രമേ തലസ്ഥാനം വെള്ളക്കെട്ട് ഭീഷണിയിൽ നിന്ന് ഒഴിയുകയുള്ളൂ. ഏതായാലും അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഇനി ഈ ഒരു മഴക്കാലം കൂടിയെങ്കിലും ദുരിതകാലമായി തന്നെ തലസ്ഥാനവാസികൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. തീർച്ചയായും വി അരുണാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള മഴയുടെ വിവരങ്ങൾ നൽകിയത്. ഒപ്പം തിരുവനന്തപുരത്തെ റോഡുകളുടെ സ്ഥിതി നമുക്കറിയാവുന്നതാണ്. ഈ സ്മാർട്ട് റോഡിന്റെ ഭാഗമായിട്ടൊക്കെ പ്രത്യേകം റോഡിൽ ഇത്തരത്തിൽ കുഴി കുഴിച്ചതിന്റെ ഭാഗമായിട്ട് അതൊക്കെ മഴക്കുഴികളായി മഴക്കാലത്ത് മാറി അത് വലിയ അപകടം കൂടി ക്ഷണിച്ചു വരുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം താഴ്ന്ന പ്രദേശങ്ങളെല്ലാം പ്രധാനപ്പെട്ട സെന്ററുകൾ അടക്കം വെള്ളത്തിനടിയിലായി വീടുകളിലേക്ക് പോലും വെള്ളം കയറുന്ന ഒരു ദുരിതക്കാഴ്ച നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 3 ദിവസമായി തലസ്ഥാനവാസികളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇന്നും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്ത് മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ